ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. മൻസൂർ മണ്ണാർക്കാടല്ലേ? അതെ. അല്ല, ഞാൻ നിങ്ങൾ നമ്പർ വാട്സപ്പിൽ അതിൽ കണ്ടപ്പോഴേ, യൂട്യൂബിൽ കണ്ടപ്പോഴേ ഒന്ന് നോട്ട് ചെയ്തിട്ട് സംശയം തീർക്കാൻ വേണ്ടി ഒന്ന് വിളിച്ചതാണ്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നേരിട്ടിട്ട് പറയാണ്ട്. ഇപ്പൊ ഫോണിൽ കൂടെ പറഞ്ഞാല് ഫുള്ളായിട്ട് ആവൂല. നേരിട്ട് ഞാൻ മണ്ണാർക്കാട് ചിലപ്പോ വരവുണ്ട്, ഞാൻ വളാഞ്ചേരിയുള്ള. അതെന്താ ഈ സക്കാഫിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ, നമ്മളിപ്പോ നിങ്ങൾ പുറത്ത് കാണുന്നതേ പറഞ്ഞുള്ളൂ, പള്ളിയുടെ ഉള്ളിൽ കാണുന്നത് നിങ്ങൾ പറയുന്നില്ല. അതൊന്ന് പുറത്ത് വിചാരിച്ചാണ്. അല്ല, നമുക്ക് ഈ പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. നമുക്ക് പരിമിതി അതല്ല ഇത് യഥാർത്ഥ ഒരു സക്കാഫിക്കും ബാധിക്കാൻ പറ്റാത്ത. അതായത് മഗ്‌രിബിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലേ? അത് ഓരോ സക്കാഫിയുള്ള പള്ളിക്ക് സുന്നികൾ തന്നെ പറയാം. അത് ഇവര് ആദ്യം തന്നെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അത് കഴിയുന്നതിന്റെ മുമ്പ് ഒരു ആയത്തുൽ കുർസിയുടെ ഒരു ക്യാപ്പ് ഉണ്ട്, അതും കൂടി കൊടുക്കാതെ ഇഖാമത്ത് കൊടുക്കും. എന്നിട്ട് ഈ സാധാരണ ജനങ്ങൾ ഒതുർത്ത് വന്നിട്ട് അപ്പൊ 3 സുന്നത്തിന്റെ കൂലി കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാര് ഈ 3 സുന്നത്തും ഇല്ല, ഒന്നുമില്ല, അതവിടെ കല്ലത്താക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ റസൂലുള്ള പഠിപ്പിച്ചതാ. ഇത് ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ചെല്ലും, നല്ല സുന്നത്താളോ വയസ്സക്കാട്ടുള്ള വെച്ചിട്ട് ഇരിക്കുമ്പോ അപ്പൊ തോർക്കും. ഇങ്ങനെ ഇതിപ്പോ പൊന്നാനി ഭാഗത്താണ് കുറെ സക്കാഫികൾ കൂടുതലുള്ളത്. ഞാൻ പൊന്നാനി ഒട്ടുമുക്ക പള്ളിക്ക് മീമം പോയതാ. ഇവിടെ ഒക്കെ ഇതന്നെ. ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോ ബാങ്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞ വടനെ ഇഖാമത്ത് കൊടുക്കണ്. ആ സമയത്ത് സൂര്യൻ ശരിക്കും അസ്തമിച്ചിട്ടില്ല. ഇവര് 1 റക്അത്ത് കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഇവര് പാലക്കാടുള്ള ക്ലോക്ക് കൊടുത്തിട്ട് അവിടെ വെച്ചിക്കുക. അപ്പൊ പാലക്കാട് 5 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഭക്താകണതിന്റെ എന്താണ് മഗ്‌രിബ്. ഈ 2 റക്അത്ത് സുന്നത്തുണ്ടെങ്കിൽ ഈ ഫർളെങ്കിലും കിട്ടും. അപ്പൊ അത്രക്കും ഇവർ അതില്ലാതാക്കും. പിന്നെ മഗ്‌രിബിന്റെ ദിവസം മൗലൂദിനാണ്ട് പോയിട്ട് ഒരു കുടിയിലൊരു വാപ്പ മരിച്ചിക്കണമെങ്കിൽ ഈ ആകെ മഗ്‌രിബ് ശേഷി ഒരു കുട്ടി നിസ്കരിക്കുള്ളൂ. അതാണ് ഒരു ഈസിയായ ഒരു ടൈം ഉള്ളത്. ഈ 3 ദിവസം ഇവര് മൗലൂദിനാണ്ട് പോയിട്ട് ഈ കുട്ടികളെ ഈ പെരയത്തെ മഗ്‌രിബും കല്ലത്താക്കും, ഏസിയും കല്ലത്താക്കും. പിന്നെ ആ നിസ്കാരവും ഇല്ല പിന്നെ ആ കുട്ടിക്ക്. പിന്നെ ഈ വഴിച്ചു പോയാൽ എന്തൊക്കെ എന്ത് കൂലിയുള്ളത്. ഇങ്ങനെ കുറെ പരിപാടികൾ ഈ മൂല്യന്മാരെടുത്തുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ നേരിട്ട് പറയുകയാണെങ്കിൽ ഇനിയും കുറെ ഉണ്ട്. മദീനത്തുള്ളത് വേറെ തന്നെ ഉണ്ട്. ഇപ്പൊ ഇന്നിപ്പോ നിങ്ങളെ വീഡിയോ കണ്ട് മദീനത്ത് പോകുന്നത്, അവിടെ ഇവര് ചെയ്യുന്ന ഹജ്ജിന് പോകുമ്പോ ഇബ്ലീസിനും ദജ്ജാലിനും നോക്കണ്ട, പക്ഷെ മൂല്യന്മാരെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പെട്ടോണ്ട് പറയാ ഇവർ ചെയ്യുന്ന ചില തട്ടിപ്പുണ്ട് അവിടെ. ഹറമക്ക് നിസ്കരിച്ചാൻ പോരാക്കൂല, അവിടെ ഉനൂത്തില്ല, മറ്റവരാണ് മറിച്ചവരാണിട്ട് എന്നിട്ട് റൂമിൽ നിസ്കരിക്കുക. പിന്നെ അവിടെ പോയി ഇവർ ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കുറെ കാര്യമുണ്ട്. അപ്പൊ ഞാന് ചില വ്യാഴാഴ്ച ഞാൻ മണ്ണാർക്കാട് വരവുണ്ട്, നേരിട്ട് കാണുകയാണെങ്കിൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് കാക്കു വരുമ്പോ വിളിക്കും. നിങ്ങൾ വരുമ്പോ വിളിക്കും. അപ്പൊ ഇനി ഇത് എപ്പോഴെങ്കിലും ഉൾപ്പെടുത്തുമ്പോ ഈ വക കാര്യങ്ങളൊന്നും പറയാം. നിങ്ങൾ നടന്നൊരു പള്ളികളിലൊന്ന് നോക്കുക എങ്ങനെയാണ് ഇവര് പരിപാടികള്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളെ പറഞ്ഞയച്ച ജനമാരുവിന്റെ രസമൊക്കെ ഒന്ന് പോയി നോക്കുക. ദുർലഭം ചില പള്ളിക്കുണ്ടാവും. ഇത് പറഞ്ഞു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതായത് നമ്മൾ നിർത്തി കയറുമ്പോക്കിന് ഇവിടെ 1 റക്അത്ത് കഴിഞ്ഞ് ചിലപ്പോ 2ാമത്തും കിട്ടൂല, അത്ര സ്പീഡുള്ള പോക്ക്. അതിന്റെ കഴിഞ്ഞ് സലാം വീട്ടിയ പാട് ഒരു ലക്കട തോരക്കല്ലെന്ന് പറഞ്ഞിട്ട് യാത്രക്കാർക്കാണ് കടന്നു. അവിടെ ഭയങ്കര ദോയേ. ഈ ഖുർആന്റെ സർഫ് കൊണ്ട് അങ്ങോട്ടാക്കണം റസൂൽ പറഞ്ഞ ഇവിടെ കേൾക്കണില്ല. അവിടെ മണിക്കൂർ കണക്കിന് നിൽക്കൂര്, ഇവിടെ ഇത് ചെയ്യൂല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു മൂല്യരോട് പറഞ്ഞേക്കാറ്, അത് ഈ യാത്രക്കാരും ഇതൊക്കെ പുതുവന്നാനി മുനമ്പത്ത് യാത്രക്കാർ വരികയല്ലേ, കടലും പിന്നെ പോയും കൂടി കൊടുത്ത് യാത്രക്കാരില്ലല്ലോ. യാത്രക്കാരെ കാര്യം പോലും നോക്കണ്ടില്ലല്ലോ. യാത്രക്കാർക്ക് ജമ്മും കസറും ഉണ്ടല്ലോ. യാത്രക്കാരില്ല, അവിടെ സിയാറത്തിനായിട്ട് വരണവരല്ലേ. അല്ല ഇനി ഉണ്ടെങ്കിൽ ഇവിടെ റോഡ് സൈഡ് അല്ല, റെയിൽവേ സ്റ്റേഷൻ അല്ല, ഒന്നുമല്ല, പടിഞ്ഞാറ് ഭാഗത്ത് കടല്. അതെ, ഉണ്ടെങ്കിൽ തന്നെ യാത്രക്കാരുടെ കാര്യം അവര് നോക്കേണ്ടതില്ല.
ഇതൊക്കെ പറഞ്ഞ് ഈ തട്ടിപ്പാ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു മൊഴിയരോട് പറഞ്ഞു, പുതിയ മൊഴിയർ വന്നതാ. ഞാൻ ചോദിച്ചു, എല്ലാം ഒരു 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ചെല്ലുകയാണെങ്കിൽ അതിവിടെ ആദത്തില്ലാത്ത കാര്യമാണ്. അത് പുതിയത് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഏത് ഇങ്ങനൊക്കെയുള്ള കുറച്ച് മൂല്യന്മാരുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നിങ്ങൾ വിശദമായി പറയുകയാണെങ്കിൽ വളരെ നല്ലതാ. നമുക്ക് പറയാം. അപ്പൊ ഇനി ഞാൻ വരുമ്പോ നേരിട്ട് കാണാം. ഇനിയും കാര്യങ്ങൾ പറയാണ്ട്. ഇനി മക്കത്തും മദീനത്തും ഇവര് ചെയ്യുന്ന ദുൽബി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹജ്ജിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഹജ്ജിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഹജ്ജിണ്ട് കഴിഞ്ഞാൽ അറഫാദിനുണ്ട് കഴിഞ്ഞാൽ കർക്കിടത്തിൽ ഊമ്പൊന്തുണമാതിരി കാണാൻ കുറെ വിലകെട്ടുണ്ട് കാണണം. അപ്പോഴവര് മൂല്യന്മാരാണെന്നറിയാം. എന്നിട്ട് ഇവർക്ക് കുറെ ഏജന്റുമാർ ഈത്തപ്പയം കൊണ്ടുവരാൻ, ടൂർ പോവാൻ ബസ്സുകാര്, അവിടെ ഗവൺമെന്റ് വെറുതെ ബസ് ഓടുന്നുണ്ട്, അത് ഇവര് മുണ്ടൂല. എന്നിട്ട് അതിന് കമ്മീഷൻ പറ്റുക. എന്നിട്ട് ഇതേപോലെ നിസ്കരിച്ചാൻ പോണവരോട് പറയാം, അവിടെ കുനൂത്തില്ല, ആ പള്ളികൾക്ക് ഇറക്കണ്ട, നമുക്ക് റൂമിൽ ഇവിടെ. എന്നിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ പറയും നിർത്തി നിസ്കരിക്കുക. ഇങ്ങനൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആകെ ഫസാദാക്കണ പരിപാടികൾ ഇവരേക്ക്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് വിശദീകരിച്ച് തന്നെ നമുക്കതിന്റെ വീഡിയോകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കത് എടുക്കാൻ കഴിയും. അല്ലാത്ത നിലയ്ക്ക് നമ്മൾ ഒരു പിന്നെ ഊഹത്തിന്റെ മുകളിൽ ഒന്നും പറയാൻ പാടില്ല. അതുണ്ട് നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ പറഞ്ഞ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പുള്ളതും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമുള്ളതും അല്ലാണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നേരെ വിദഗ്ധായ ഒരു കൂട്ടുപ്രാർത്ഥനയിലേക്ക് പോകും. കൂട്ടുപ്രാർത്ഥന നിസ്കാരത്തിന് ശേഷം അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥനയൊക്കെ വേണം, നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവോട് തന്നെ പ്രാർത്ഥിക്കേണ്ടത്, അതിനൊന്നൊരു ഇതുമില്ല. പക്ഷെ ഇല്ലാത്ത ബാങ്കിനും ഇഖാമത്തിനും ഇടയില് അള്ളാഹു ദുആ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. അതിനാരും പ്രാർത്ഥിക്കാൻ നിൽക്കൂല. അതല്ല ഇതിപ്പോ സാധാരണ ഇന്നെപ്പോലത്തെ ഒരാളുകൾക്ക് ചെല്ലണം എന്ന് ഉദ്ദേശിച്ച് ചെല്ലുമ്പോ ആ ആൾക്കും കൂടി ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരു ദിവസം എത്ര ആളതൊരു കല്ലത്താക്കുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇമാമിനെ തുടരുക എന്നുള്ളത് നമസ്കാര വക്തിന് മാത്രമാണ്. നമസ്കാരം സലാം വീട്ടി കഴിഞ്ഞാൽ ഓലെ തുടരാതിരിക്കുക. സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഓല് ദിക്റും സലാത്തും ചെല്ലണവും കാത്തിട്ടൊന്നും നമ്മൾ ഇരിക്കണ്ട. നമ്മൾക്ക് ഒരു നേര് വിവരമുള്ള ഇരിക്കുന്നത് അറിയാം. പക്ഷെ ഇത് അറിയാത്തവരുണ്ടല്ലോ, ഇത് അറിയാത്താനെ പിന്നെ അത് അറിയാതാക്കി പോക്ക് അറിയല്ലേ. ഈ കാലാകാലത്തിന് ഈ സുന്നത്ത് ഇല്ലാതാക്കല്ലേ. അതെ, സുന്നത്തിനെ കൊല്ലുക, ബിദഅത്തിനെ ജീവിപ്പിക്കുക, അതാണ് അവരുടെ പണി. അപ്പൊ അതല്ലേ ഇവര് ചെയ്യണത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ മൊബൈലിലൊക്കെ പണി കണ്ട ഒരു ചെറിയ വിവരപ്പ് വന്നതാണ്. ഇതും അറിയാത്ത ആൾക്കാർ ഉണ്ട്. ഇവർ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് കിടക്കുന്ന സാധുക്കളുണ്ട്. അതന്നെ, അവരാണല്ലോ ഇതിൽ പെട്ടുപോകുന്നത്. അപ്പൊ ഇവര് എത്ര സുന്നത്ത് ഒരു ദിവസം കളയണേ. തീർച്ചയായിട്ടും പള്ളിയിലുള്ളിൽ പുറത്തത് പോട്ടെ, പുറത്തു പോലെ എന്തോ എല്ലാവർക്കും ചെയ്തോട്ടെ. അള്ളാന്റെ ഭവനമെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഇന്നിപ്പോ ഒരു സക്കാഫികളെ പറ്റി പറഞ്ഞാൽ ഓല ആദ്യം കുട്ടികൾക്ക് പഠിപ്പിക്കണ എന്താ, ഓനോട് മുണ്ടരുത്, ഓനോട് സലാം പറയരുത്. ഈ കുറ്റും പോരുവാണല്ലോ ആദ്യം പഠിപ്പിക്കുന്ന വിഷയം. ഇന്നല്ലല്ലോ മറ്റുള്ളവരൊക്കെ മനുഷ്യരാണ്, നമ്മൾ സലാം പറയണം, ഇതൊക്കെ അല്ലല്ലോ പഠിക്കുന്നു. ഈ സലാം നാട്ടിൽ നിന്ന് എടുത്തു പോയത് തന്നെ ഇവരെ ഈ കോളേജും ഈ പള്ളിദാസും വന്നതിന്റെ രസല്ലേ. ഓല ആദ്യം പഠിപ്പിക്കുന്ന ഈ കുട്ടിക്ക് കുനിറ്റാണ്. പിന്നെ ഈ കുനിറ്റിൽ വളർന്നു പിന്നെ തട്ടിപ്പ് നടത്തുന്നതിന് നമ്മൾ അതിശയപ്പെടണ്ട. തീർച്ചയായിട്ടും മറ്റുള്ളവരൊക്കെ വേറൊരു സൈസാണ്, മനുഷ്യന്മാരല്ലാത്ത ലെവലിലാണ് ഒരു കാണുന്നത്. ഒരു തൊപ്പിടാത്ത അല്ലെങ്കിൽ ഒരു താടി വെച്ചോനെ കണ്ട സലാം പറയരുത്, ഓം വിഘ്നേശ്വരനാണ്, ഓം േശ്വരാണ്, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പള്ളി കണ്ടാൽ പള്ളി ഏതാ നോക്കിയിട്ട് ഒരു നിസ്കരിച്ചാൻ കയറുള്ളൂ. അപ്പൊ ആ വക്ത് നിസ്കാരം ഒരാൾ കല്ലത്താക്കി, ഒപ്പം പോണവനില്ലാതാക്കി. അയി കയറണ്ട, മറ്റവർക്കാന്നറിയും. അങ്ങനെ ഇഷ്ടം പോലെ എനിക്ക് അനുഭവം ഉണ്ട്. യാത്ര ഇങ്ങനെ പോവല്ലേ ഞാന്. നമ്മളിപ്പോ ഈ സംസാരത്തില് അത്യാവശ്യം കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോയില് ചേർക്കുന്നതിന് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ചേർത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഈ വക സുന്നത്ത് പള്ളിയിലുള്ള സുന്നത്തിന്റെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനും നിങ്ങളുടെ അതേ ഒരു നിലപാടിൽ പോണ ആളാണ്. അതായത് ഈ അനാചാരങ്ങൾ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് പോണം.
നമ്മളെ ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഇവര് കുറച്ചൊരു മിതത്വം പാലിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാനും. അപ്പോ നമ്മൾ ഇതുപോലെ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അത് സമൂഹത്തോട് തുറന്നു പറയാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സുണ്ടല്ലോ, ഇത് ആളുകളിലേക്ക് എത്തട്ടെ. നസീഹത്താണല്ലോ ഇത്. മൂസക്കാക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? അത് ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും. ഇതെന്താ ഒരു വിവരമില്ലാത്ത ആളിപ്പോ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ അപ്പൊ ഈ ഒരു വിവരമുള്ള ആൾക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? ഇതെന്ത് സംഭവം എന്നറിയോ? ആ ആൾക്കാരെയും കൂടി ഒന്നും ചെയ്യാനയക്കാതെ നിങ്ങൾ ഈ വക പരിപാടികൾ ചെയ്യല്ലേ? ഇതിലുള്ളേ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കേട്ടോളി. ഇത് അറിയുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഇത് പറയാൻ മടിക്കാണ്. പറയാൻ മടിക്കുമ്പോ ഞാനൊക്കെ എന്റെ കുറെ വർഷങ്ങൾ മുമ്പ് തന്നെ ഞാനിത് തുറന്നു പറയുന്ന ആളാണ്. ഇന്നവര് പല തരത്തില് തെറി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ ആ ഒരു ഇതിനൊന്നും ഭയപ്പെടാതിരുന്നത് നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങൾ. ഞാനിത് പബ്ലിക്കായിട്ട് എതിർക്കലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വേറൊന്നും മയ്യത്തസ്കാരത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടെ. ഞാന് 6 മാസം മെനക്കെട്ട് എങ്ങനെ നോക്കിയാലും ആൾക്കാർ അടുത്തടുത്ത് നിൽക്കുള്ളൂ. മറ്റവന്റെ കുട്ടിമ്പോ നോക്കിയിട്ട് അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ എനിക്കൊരു ഇൽമ കിട്ടി. റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം എന്നാണ് ഏത് നിസ്കാരത്തിലും. ഇത് കേട്ടപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ആള് തിരക്കുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കണ്ടുള്ളൂ, അല്ലെങ്കിൽ വിട്ടുവിട്ട് നിൽക്കണം. ഇത് പറഞ്ഞാൽ അവര് കേൾക്കൂല. കാരണം സാധാ നിസ്കാരാണെങ്കിൽ ഇമാമ് മുന്നിലല്ലേ, ഇതൊന്നും അറിയില്ല. പക്ഷെ ഈ മയ്യത്ത് നിസ്കാരത്തിന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരും മൂല്യന്മാരും ബാക്കിലും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ബാക്കിലുള്ള മൂല്യന്മാരോട് അത് പറഞ്ഞ് അടുത്ത പള്ളിക്കൊക്കെ ഉള്ളവരോട് അങ്ങനെ ഇവര് അത് അംഗീകരിക്കല്ല. അങ്ങനെ എന്തുകൊണ്ട് ഇത് വേറൊരു മഹല്ലിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ പോയപ്പോ നിങ്ങളെ മണ്ണാർക്കാട് ആ ഭാഗത്തുള്ള ഒരു മൂല്യരാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കലില്ല, സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കല്. അപ്പോ ഇയാള് വയലൊക്കെ പറഞ്ഞ് അതിനായിട്ടുള്ള ഒരു മൂല്യരും ഉണ്ട് ഇത് കേൾക്കാൻ. ഇത് കേട്ടപ്പോ പിറ്റത്തെ മയ്യത്തിന് ആദവനാടും ഇതേപോലെ ആക്കി. പിന്നെയും വയമാറ്റം. അപ്പൊ ഇവരെന്താ പണിയച്ച, ആദ്യം വയലിൽ പറയും നിങ്ങൾ സ്റ്റെപ്പുകൾ നല്ല നെരിയാണി ഒപ്പം വെച്ച് നിൽക്കണം, മിച്ചുള്ളവരിങ്ങനെ തോർക്കണം. ഈ കാര്യം മാത്രം പറയില്ല. ഏത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിക്കോളും ബാക്ക് നിൽക്കണം എന്ന് പറയില്ല. ഈ പരിപാടിയാണ്. എങ്ങനെ നിങ്ങളൊരു പാഴ്സൽ മേടിക്കുമ്പോ അതിന് 2 കിച്ചപ്പ് കട്ടാ 2 റുപ്യ കിട്ടും. അതേപോലെ കലിപ്പിച്ചു കുട്ടികൾ അറിയാതെ സുന്നത്തിനെ കളയാം. അപ്പൊ ഇത്രയും വയലിൽ പറഞ്ഞ ആള് മറ്റും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അത് ഇടുന്ന വഴിയുള്ളൂ. ഇതാണ്ട് ഒഴിവാക്കുക. ഇങ്ങനെ കലിപ്പിച്ചു കൂട്ടിയിട്ട് ജനങ്ങളെ എടുത്തുനിന്ന് വീണ്ടും ഒഴിവാക്കുക. ഇങ്ങനത്തെ പരിപാടി എന്നാ പിന്നെ തീരെ ഉണ്ടാകട്ടെ. അവനക്ക് ഇഷ്ടമുള്ള കാര്യം സ്കൂളിച്ചോട്ടാണ് ഇരിക്കുക. ഇതൊക്കെ പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലില്ല. അവസാനം ഒരു 4 സെക്കൻഡ് ഒരു മിനിറ്റുള്ള ഒരു സംഗതിക്ക് വരെ ഒഴിവാക്കുക. അറിഞ്ഞാൽ അതെന്താ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് പുറത്തു കൊണ്ടുവരാൻ. നമുക്ക് നേരിട്ട് കാണാം, കേട്ടില്ലേ? ഇതിൽ പാറ്റിയതൊക്കെ നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒന്നാട് വിട്ടുകൂടി നിങ്ങളിപ്പോ ഈ കെട്ടൊക്കെ കെട്ടി നടന്നിട്ട് ഇങ്ങനെ പേപ്പിക്കല്ലേ എന്ന് ചോദിക്കുക. നിങ്ങൾ ഓരോരു തലയെ കെട്ടിയോണ്ട് ഓർക്ക് മാത്രമേ സുന്നത്ത് കിട്ടുള്ളൂ. അതെ, ഓന്റെ വാപ്പാക്ക് വരെ കിട്ടൂല. ഓൻ താഴെച്ചുകൊണ്ട് അതേ കിട്ടുള്ളൂ. ഒരു കുട്ടി മൂല്യരായിട്ടുണ്ടെങ്കിൽ ദുനിയാവുക്കും കാര്യമില്ല, ആഖിറത്തും കാര്യം. ഞങ്ങളൊരു വണ്ടി പഞ്ചറായിക്കണെങ്കിൽ ഒരു മൂല്യരാണ് പോവാണെങ്കിൽ നിങ്ങൾ പറയില്ല അതൊന്നും പൊന്തിച്ചേരിന്ന് ഇല്ല. നേരെ മറിച്ച് സാധാരണക്കാരൻ പോവാണെങ്കിൽ ഒന്ന് പൊന്തിച്ചേരിന്ന് അറിയില്ലേ? പറയും. ആർക്കാ കാര്യമുള്ളത്? അതെ. നാട്ടുകാർക്ക് ഇടങ്ങേറും മറ്റുള്ളവർക്ക് ദുനിയാവിലൊരു കാര്യമില്ല, ആഖിറത്തുകളുള്ളത് പറ്റിയില്ല. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഉപയോഗിക്കുന്ന ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞുണ്ട്. ഇൻഷാല്ലാ കാര്യങ്ങൾ നമ്മൾ പറയാൻ തീരുമാനിച്ചതാണ്. നമുക്ക് ഒരു തരത്തിലുള്ള ഭയവിഹ്വലതയില്ലാതെ നമ്മളിത് പറയാൻ ഉദ്ദേശിച്ചതും തീരുമാനമെടുത്തതുമാണ് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചിട്ട്. അപ്പൊ നമുക്കത് പറയണതിൽ ഒരു മടിയില്ല. ഇൻഷാല്ലാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിത് എതിർത്ത് നടന്ന് മടുത്ത്. കാരണം നമ്മള് നല്ല ആളായിട്ടല്ല, എന്നാലും ജനങ്ങൾ പേപ്പിച്ച് കാണുമ്പോഴേ
അറിയാതെയുള്ള ഇപ്പൊ ഇത് വെറുതെ കിട്ടുന്ന സുന്നത്തുകൾ വെറുതെ അരിപ്പിച്ചൂട്ടി കളയാണോ? അതെ അതെ അതെ. ഈ വേഷം കെട്ടിയിട്ട്. അതെ. സാധാരണ ജനം ഇപ്പൊ ഇന്ന് ഇമാമൊന്ന് ഞാൻ ഇപ്പൊ നിസ്കരിച്ചാണ്, ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആളും മെയിൻ ചെയ്യൂല. ഇല്ല. ഇനിയിപ്പോ ഒരു മോദിയായിട്ടൊരു നിസ്കാരം പറഞ്ഞിട്ടെ, ഒരു വെക്കാൻ തന്നെ പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാ ഈട്ടിതാലുണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുപ്പായ നേരാക്കും, രണ്ട് സൈഡും ഇങ്ങനെ അതുകൊണ്ട് നീട്ടി പിന്നെ അടിക്കൊന്ന് വലിച്ചു. ഇത് എത്ര കാലമായി മൂല്യന്മാർ കാണുന്നു വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിസ്കാരം പാത്തിലായില്ലേ, മൂന്നനക്കം വന്നില്ലേ, നിസ്കാരത്തിന് ഇവര് വേണ്ടിയില്ല, വേറെയുള്ള കാര്യത്തിൽ നമുക്ക് പോവുക. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുറെ കാര്യങ്ങളുണ്ട് വരില്. ഇത് ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇവരെന്തൊക്കെയോ ഭയങ്കര പുണ്യപുരുഷന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി ഈ ഉമ്മത്ത്. അപ്പൊ എന്തായി സംഭവം? ഇത് മൊലിയറുട്ടി കാട്ടുന്ന കണ്ട, മൊലിയരും കാട്ടുന്ന കണ്ട എനിക്കും മനസ്സിലായി ഇത് ഇങ്ങനെ കുപ്പായ നേരാക്കണോണ്ടും ഇങ്ങനെ ഇളകണോണ്ടും കുഴപ്പമില്ല. ഗൾഫിൽ പോയിട്ട് ഒരാൾ നിസ്കാരം തുടങ്ങിയാല് അറബികൾ അവിടെ ഫോണൊക്കെ എടുക്കും, അത് കണ്ടു പഠിച്ചോ, ഇവിടെ വന്നിട്ട് ഫോണോ എല്ലാവരോ നോക്കിക്കാണ്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതേപോലെയാണ് ഇപ്പൊ ഇവിടെ ഉള്ള സാധാരണ ജനം മൂലിയർ കാട്ടണ കണ്ടിട്ട് മൂലിയർ ചെയ്തല്ല അങ്ങനെ പഠിച്ചു പോകും. വാപ്പ നിന്ന് മൂത്രമൊഴിച്ചാൽ മക്കള് നടന്ന് മൂത്രമൊഴിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ ശല്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ആളുകൾക്ക് ബോധോദയം വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവര് പറയുന്നത് മാത്രല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് കുറെ കാര്യങ്ങൾ നേരം വെളുത്തിക്കുന്നു, പക്ഷെ അത് പുറത്തേക്ക് കയറാൻ പറ്റില്ല. അതിനൊപ്പം മുലിയറൊപ്പം കുറച്ച് കമ്മിറ്റിക്കാരുണ്ടാവും അതേമാതിരി. അതെ അതെ അതെ. അവിടെയാണ് ഈ പ്രശ്നം. അതെ അതെ. അതിലൊക്കെ മാറ്റങ്ങൾ വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കലും മാറ്റം വരലും തുടങ്ങും. പിന്നെയും ഇവരുടെ ഒപ്പം നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അവരുടെ കാര്യത്തിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇപ്പൊ ഇവര് വേറെ മസാലകളൊക്കെ ഉണ്ടാക്കും അതിനെ പറ്റിയിട്ട്. ഇന്നമാതിരിയാണ് ഇത് സംഭവം. എങ്ങനെ ഈ സുബാനൊക്കെ പോയത് എന്താ, പഴയ കാലത്ത് ദർസ് തുടങ്ങിയ കാലത്ത് ഈ ഇതിനേക്കാളും കൂടി ഇത് പഠിക്കലാണോ. ആ കാലത്ത് ഇവര് പഴയ മൗലവിമാരെന്ത് ഇത് ഒഴിവാക്കി പെട്ടെന്ന് ദർസക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്ത് വെച്ചാ അങ്ങനെ മൂലകെട്ടികൾക്ക് ശീലായി. ഇന്നത് കഴിഞ്ഞ് പോരുമ്പോ പറയണ്ടത് സംഗതി നിന്നമാര് സുന്നത്തുള്ളതാണ്, ഇത് പഠിപ്പുണ്ടായ കാരണം ഇങ്ങനെ വന്നതാണ്, പിന്നെ മനസ്സിലാക്കി എടുക്കണ്ടേ. ഇല്ല, സുന്നത്തും അതുപോലെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതും അതുപോലെ അയിമ്മത്തിന്റെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവര് കൊണ്ടുവരാം. ഇവർക്ക് കാര്യലാഭം ഉണ്ടാവുന്ന ചോറുന്നാൻ കിട്ടുന്ന തീറ്റക്കും കൈമടക്കിനുള്ള എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇവര് ഉഷാറാക്കും. അതേപോലെ ഇത് ഇതന്നെ, അതായത് ആ ദോയ ഒഴിവാക്കിയിട്ട് ആ ഒരു സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഇവിടെ യാത്രങ്ങൾക്ക് കടന്നിട്ട് പെട്ടെന്ന് തന്നെ ദോരക്കണം. അതെ, ഇവിടെ ഭയങ്കരമായിട്ടുള്ള ദോയ. ദർശനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ തട്ടിപ്പുകൾ വരെയുണ്ട്. ഇവരാണ് സുന്നത്ത് പറഞ്ഞാണ് നടക്കുന്നത്. ഓല സുന്നത്ത് നെയ്യില്ലാത്ത നെയ്യപ്പം പോലെയാണ്. നെയ്യപ്പത്തിന് ഈ കേരളത്തിൽ എല്ലായിടത്തും പറയാം നെയ്യപ്പം എന്നാണ്. അതിൽ നെയ്യ് ആരെങ്കിലും തൊടുന്നുണ്ടോ? അത് ഓയിലല്ലേ പൊരിച്ചണത്. തന്നെയാണ് ഇവരെ അടുത്തുള്ള കാര്യങ്ങള്. ഞാൻ കൊറേ ആയി മറ്റേ പട്ടാമ്പിയുള്ള ഒരു ഉസ്താദ് ഉണ്ടല്ലോ, മൂപ്പരാളെ കാണാൻ കൊറേ നടന്നു നോക്കി. അപ്പൊ മൂപ്പരാളൊന്നും കണ്ടെത്തിയില്ല. കൊറേ കാലമായി ഞാൻ അങ്ങനെ നടക്കണേ. നമ്പർ കണ്ട്. പട്ടാമ്പിയിലുള്ളതാരാ? സുബൈർ സലഫിയാണോ? അതന്നെ. ഒരു വെളുത്തിട്ട് ഒരു പ്രസംഗിക്കണ അടിച്ചിട്ട് അത് സുബൈർ സലഫിയാണോ? മൂപ്പരാൾ കൊറേ ഒക്കെ ഇതിനെ പറ്റിട്ട് ഇന്ന് ഇങ്ങോട്ട് പോകുന്നോണ്ടേ കൊറേ പറയുന്ന ആളായിരുന്നു. ഒന്നും പറയില്ല, അതാരും പറച്ചിലില്ല. ഇതുവരാരും ശ്രദ്ധയപ്പെടുന്നില്ല, അതാണ് പറ്റിയത്. ഇവര് ഈ പള്ളിക്ക് പോയെങ്കിലല്ലേ അറിയുള്ളൂ. അതെ അതെ അതെ. ഇങ്ങനത്തെ പള്ളികളിലേക്ക് പോകാനെല്ലാം അറിയുള്ളൂ. അതെ, ഇല്ലാത്തത് ഉണ്ടാക്കി കൂട്ടുക, ഉള്ളതിനൊക്കെ എടുത്ത് കളയുക, അതാണ് പോലെ പരിപാടി. അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. പിന്നെ നമ്മള് ആ ഒരു അർത്ഥത്തില് അങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ പരമാവധി പോകാതിരിക്കാൻ ശ്രമിക്കും.
അവര് വീണ്ടും വീണ്ടും ഓരോന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മദ്രസയിൽ തുടങ്ങിയിട്ടുണ്ട് അദ്ദാദ്. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് അദ്ദാദില്ല. ഇത് മദ്രസയിൽ ഒരു ദിവസം അദ്ദാദ് ചെല്ലൽ നിർബന്ധമൊന്നുമില്ല. ഈ കുട്ടികളെ കൊണ്ട് ആഴ്ചയിൽ ഒരു അദ്ദാദ് ചെല്ലിപ്പിക്കുക, ഈ നാട്ടുകാരെയും കൊണ്ട് ഒരാഴ്ചയിൽ ഒരു മജ്‌ലിസ് നൂർ അല്ലെങ്കിൽ മഹദറത്തുൽ ബദ്രിയ എന്നുള്ള പോലെ ഇത് ചെല്ലിക്കുക എന്നൊക്കെ അത് ഇവരുടെ അജണ്ടയാണ്. നമ്മളെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് ഉണ്ടായത്? ഇത് ഓരോരോ ഐഡിയകൾ ഉണ്ടാക്കുക. അതെ അതെ അതെ. ഈ സംഭവം എന്താ വെച്ചാൽ ഇതിനൊരു അന്നൊരു ഇതായിട്ട് വരും. അപ്പോഴായിട്ട് ഇവരൊക്കെ പറഞ്ഞത് കൂടും കായ ചെലവാക്കിച്ചു. അതെ അതെ അതന്നെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ചെയ്യാം. ഇപ്പൊ ഒരു പള്ളിക്ക് അതേമാതിരി ഞാൻ നിസ്കരിക്കുമ്പോ ഷെർവിന്റെ സുജൂദ് ഉസ്താദ് മറന്നു. ഉസ്താദ് മറന്നിട്ട് 2 ഉണ്ടല്ലോ, 1 മാത്രം ചെയ്ത്. അവിടുന്ന് സലാം കിട്ടി ആ 1 എഴുതിങ്ങാണ്ട്. അപ്പൊ ഉസ്താദ് ഒരു സ്ഥലത്ത് പഠിക്കണ കുട്ടിയാ. അതിനെ പഠിപ്പിക്കുന്ന ഉസ്താദ് അതിന്റെ ബാക്കിലുണ്ട്. അതിലും വലിയ മൂല്യന്മാരൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു മസാല പറഞ്ഞോ? ഇല്ല. ഇത് ഇന്ന കാര്യം ചെയ്യേണ്ടെന്ന് അത് പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ അവിടെ ഒരു പരിപാടി ഇറക്കുന്നുണ്ട്. അതിന് തീർന്ന് ആരാ കൊണ്ടുവരാന്നുള്ളത് ഇതൊക്കെ ചർച്ച. ഇതല്ല ചർച്ച. ഇതൊരു ഇരുപാട് പഠിക്കുന്ന എല്ലാവർക്കും പഠിക്കായിരുന്നു. അതിനെ പറ്റിയല്ല പിന്നെ ചർച്ച. ചർച്ച തീർന്ന് ആരാ കൊണ്ടുവരുന്നത്. തിന്നണിന്റെയും പിരിവിന്റെയും കാര്യം തന്നെ ഒരു നോക്കുള്ളൂ. അപ്പൊ ഇങ്ങനൊക്കെ പിന്നെ വിളിക്കാമല്ലോ, നേരിട്ട് വരുമ്പോ കാണാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിളിക്ക് കേട്ടില്ലേ, നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.